പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓശാന ഞായറാഴ്ചയാണ്. കർത്താവെ, ഒരൊറ്റ പ്രാർത്ഥന, അങ്ങയെ ശരിക്കും തിരിച്ചറിഞ്ഞ് ആരാധിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന്. ഈ ഓശാന ഞായറാഴ്ച അതിന് പ്രാർത്ഥിക്കണം. കാരണം അതങ്ങനെ നടന്നില്ലെങ്കിൽ അവിടുത്തെ ഞാനായി എന്നെ ഞാനായി മനസ്സിലാക്കിയിട്ട് വേണം ആരാധിക്കാനെന്ന് കർത്താവെ അങ്ങ് പറയുന്നുണ്ടല്ലോ. അത് പറ്റാതെ പോയൊരു ജനത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുകൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചിട്ട് വേണം ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കാൻ. ദൈവം ഇങ്ങനെ ഒരു വിപ്ലവകാരി, അത്ഭുത പ്രവർത്തകൻ തങ്ങളെ ഈ റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള ഒരു ജനത്തിൻ്റെ മിഥ്യാധാരണയിൽ നിന്നുണ്ടായ ഒരു അലർച്ചയായിരുന്നു ശരിക്കും ഓശാന. ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ എന്നുള്ള അവരുടെ പ്രാർത്ഥന ഇവൻ തങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തനാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള ഒച്ചപ്പാടായി പരിണമിക്കുന്ന കാഴ്ചയാണ് ഓശാനയിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോൾ ഓശാന വിളിച്ചവർ തന്നെ ക്രൂശിക്കുക എന്ന ആർത്ത് വിളിക്കുന്ന ഒരു കാഴ്ച കൂടി ധ്യാനിച്ചിട്ട് വേണം ഈ ഒരു തിരുനാൾ ആഘോഷിക്കാൻ, ഓശാന തിരുനാൾ ആഘോഷിക്കാൻ. അവരുടെ പ്രതീക്ഷ അതായിരുന്നു. അവർ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്, കടലിന് മീതെ നടക്കുന്നുണ്ട്, രോഗികളെ ഒരൊറ്റ വാക്കുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട്, ഒരു ചെറിയൊരു സ്പർശനം കൊണ്ട് മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വളരെ ലാവണ്യം നിറഞ്ഞ അതിശക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന ഒരാൾക്ക് തീർച്ചയായും റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്ന് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ നിലത്ത് വിരിക്കുന്നു. അവരുടെ സൈത്തിൻ കൊമ്പുകൾ അവർ ഉയർത്തി വെച്ച് പാടുന്നു. കുതിരപ്പുറത്ത് വരേണ്ടിയിരുന്നൊരു വിപ്ലവകാരി, ഒരു രാജാവ് കഴുതപ്പുറത്ത് വരുന്നത് കണ്ടപ്പോഴെങ്കിലും അവർ വിചാരിക്കേണ്ടതായിരുന്നു ഇതിലെന്തോ വ്യത്യാസമുണ്ട്. പക്ഷേ അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ നഗര കവാടം കടന്ന് വലത്തേക്ക് പോയി പീലാത്തോസും കൂട്ടുകാരും തമ്പടിച്ചിരിക്കുന്നിടത്ത് ചെന്ന് അവരെ തോൽപ്പിച്ചോടിച്ച് തങ്ങളെ വിജയിപ്പിക്കുമെന്ന്, തങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന കണക്ക് ഈശോ വലത്തേക്ക് പോകാതെ അവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ വിപരീതമായി ഇടത്തേക്ക് തിരിഞ്ഞ് ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് കഴുതയെ തെളിക്കാനായിട്ട് കയ്യിലുണ്ടായിരുന്ന ചാട്ട ഉപയോഗിച്ച് ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ഈ മനുഷ്യരിനി എന്ത് ചെയ്യണം? പ്രതീക്ഷകൾ മുഴുവൻ തല്ലിക്കെടുത്തിക്കളഞ്ഞ് തങ്ങളുടെ തന്നെ നാണയങ്ങളും തങ്ങളുടെ ജീവിതോപാധികളും നശിപ്പിച്ചു കളയുന്ന ഒരുവനെ നോക്കി ക്രൂശിക്കുക എന്നല്ലാതെ അവർ വേറെന്താ പറയും നമ്മൾ വിചാരിക്കണേ? വേറൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട. കർത്താവെ, അങ്ങയെ യഥാർത്ഥത്തിലുള്ള ദൈവമായി തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരാധനകൾ വെറും അലർച്ചകളായി മാറുമെന്നും അത് അകൽച്ചയിലേക്ക്, അങ്ങയിൽ നിന്നുള്ള അകൽച്ചയിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഓശാന ഞായറാഴ്ചത്തെ പ്രാർത്ഥന തമ്പുരാനെ, എനിക്ക് വേണ്ടി പീഡ അനുഭവിച്ച് എന്നെ തിരികെ എടുക്കാൻ വന്ന ദൈവത്തിൻ്റെ ചിത്രമായിരിക്കട്ടെ. എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ മടിയില്ലാതെ എന്നെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പാപബന്ധനങ്ങളെ, ശാപങ്ങളെയൊക്കെ കുരിശിൽ തറച്ച് എന്നെ സ്വതന്ത്രനാക്കിയ ദൈവത്തിൻ്റെ ചിത്രമായിരിക്കട്ടെ, ശരിക്കുമുള്ള ദൈവത്തിൻ്റെ. അതില്ലാതെ അത്ഭുതങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നവരാകാതെ കർത്താവെ, അങ്ങയുടെ അത്ഭുതങ്ങൾക്ക് വേണ്ടി അലറി വിളിക്കുന്നവരാകാതെ അങ്ങയുടെ കുരിശിൻ്റെ വഴി നടക്കുന്ന, അങ്ങയുടെ കുരിശിലേക്ക് ഇങ്ങനെ സ്നേഹപൂർവ്വം നോക്കി നിൽക്കുന്ന, ശാന്തതയോടുകൂടെ അവിടെ നിന്ന് തിരികെ ഇറങ്ങുന്ന മനുഷ്യരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഒരിക്കലും കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ സാത്താനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നേരത്ത് നീ സത്യമായും ദൈവപുത്രനാണെന്ന് പറയുന്ന സാത്താനോട് മിണ്ടാതിരിക്കാൻ കർത്താവ് കൽപ്പിക്കുന്നതിൻ്റെ കാരണം, അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ വന്നവനല്ല ഞാനിങ്ങനെ അടയാളങ്ങൾ ചെയ്ത് അത്ഭുത പ്രവർത്തികൾ ചെയ്ത് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ വന്നതല്ല, ജീവിതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ തരാൻ വന്നവനല്ല. നേരെ മറിച്ച് ഞാൻ കുരിശിൽ മരിക്കാനുള്ളവരാണ്. നിങ്ങളെ എന്നേക്കുമായി തിന്മയുടെ അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വന്നവൻ. അതിന് എനിക്ക് നൽകേണ്ടി വരുന്നത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവനാണെങ്കിൽ പോലും ഞാനതിന് തയ്യാറാണ്. കർത്താവെ, അങ്ങനെ കുരിശിൽ എനിക്ക് വേണ്ടി പിടയുന്ന, എനിക്ക് വേണ്ടി നിസ്സഹായനായി മരണമേറ്റെടുക്കുന്ന ആ കർത്താവിനെ ഇങ്ങനെ ആരാധിച്ച് വണങ്ങാനായിട്ടുള്ളൊരു ദിവസമായി ഇന്ന് അത് മനസ്സിലായി കഴിഞ്ഞാൽ കർത്താവെ, ആ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇഷ്ടത്തിനും വഴിക്കും അനുസരിച്ച് ഞങ്ങൾ പോകും.
അതുകൊണ്ട് കർത്താവ്, ഈ ദിവസത്തെ പ്രാർത്ഥന അത്ര മാത്രമാണ് നിന്നെ യഥാർത്ഥ ദൈവമായി തിരിച്ചറിയാനും ആരാധിക്കാനും കർത്താവെ അനുഗ്രഹം തരണമേ. വലിയ പ്രാർത്ഥനയോടുകൂടെ കർത്താവെ, അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം നിന്നെ അന്വേഷിച്ച് വരുന്ന ജനങ്ങളാവാതെ, മനുഷ്യരാവാതെ, യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിൻ്റെ പൊള്ളലുകളിലേക്ക്, മുറിവുകളിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാനും മാത്രമുള്ള അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാനായി കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്ന് അവരേറ്റുപറഞ്ഞ ഓശാനയും ഇന്ന് നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്ന ഓശാനയും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. ദൈവത്തെ ദൈവമായി തിരിച്ചറിഞ്ഞവരും വെറും അത്ഭുത പ്രവർത്തകനായി മാത്രം വിചാരിച്ചവരും തമ്മിലുള്ള വ്യത്യാസം. അവരന്ന് ഒച്ചയെടുത്തത് ഹോസാന എന്നായിരുന്നു. അത് വിപ്ലവഗാനമായിരുന്നു, അത് അലർച്ചയായിരുന്നു, റോമാക്കാരോടുള്ള ആക്രോശമായിരുന്നു. ഹോസാന, ഇതാ ഞങ്ങളെ രക്ഷിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. അതിങ്ങനെ പ്രതിഷേധിക്കുന്നവൻ്റെ ഭയപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു. എന്നാൽ ഇന്ന് അത് ദൈവമാണെന്ന്, അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് ഹോസാന വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലിൻ്റെ പ്രാർത്ഥനയാണ്. ഹോസാന ഈശന് സതതം. അത് ദൈവത്തെ ദൈവമായി തിരിച്ചറിയുമ്പോൾ, ക്രിസ്തുവിനെ ശരിക്കുമുള്ള ദൈവമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിന്നെ അലർച്ചകളുടെ ആവശ്യമില്ലല്ലോ, ആരാധനയല്ലേ വേണ്ടൂ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ